വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 3 എത്ര സംഖ്യകൾ. അപ്പൊ 3ാമത്തെ യൂണിറ്റ് ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം 3ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന്. മിത്രയ്ക്കും കൂട്ടുകാർക്കും ഇന്ന് പഠനയാത്രയാണ്. എറണാകുളത്തേക്കാണ് യാത്ര. ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ എന്താണ്, മിത്രയുടെ ഫ്രണ്ട്സും കൂടിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? എറണാകുളത്തേക്ക് പോവാണ്, ടൂർ പോവാണ്. അപ്പൊ എങ്ങനെയാണ് പോകുന്നത്? ട്രെയിനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാനായി കൊടുത്ത നോട്ടുകളും നാണയങ്ങളും നോക്കൂ. ആകെ എത്ര രൂപ കൊടുത്തു? അപ്പൊ ട്രെയിൻ യാത്രക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള പൈസയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇത് എത്രയാണ്? 500. എത്ര 500 ഉണ്ട്? 6 500 ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 0 0 എനിക്ക് കിട്ടും. 5 5 10, 10 5 15, 15 5 20, 25 30. അപ്പൊ ഇത് എത്രയാണ്? 3000 രൂപയാണ്. ഇത് ഇങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 500 ഇൻറ്റു എത്ര നോട്ടുകളുണ്ട്? 1 2 3 4 5 6. 500 ഇൻറ്റു 6 ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3000 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കൂ. എത്രയാണ്? 100 200 300 400 500 600 700 800 900 900 കഴിഞ്ഞാൽ 1000 1100 1200. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇനി ഇതാണെങ്കിൽ 10 20 30 40 50 60 70 80 80 90 100 110 120. മറ്റേത് ചെയ്യാണെങ്കിൽ 10 ഇൻറ്റു എത്ര നോട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. 10 ഇൻറ്റു 12 ചെയ്യാം. നമുക്ക് 0 2. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്തേക്കാൾ ഒരു എളുപ്പ വഴിയുണ്ട്. 10 ഇൻറ്റു 12 അല്ലേ? അപ്പൊ നമ്മൾ ഈ 0 ഒഴിവാക്കുക. അതായത് 12 ഇൻറ്റു 1 ചെയ്യാം. അപ്പൊ നമുക്ക് 12 തന്നെ കിട്ടും. അതിനുശേഷം ഈ 0 ഇറക്കിട്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 13 ഇൻറ്റു 100 ആണെങ്കിൽ എത്രയായിരിക്കും? 13 ഇൻറ്റു 1 ചെയ്താൽ 13, ഈ 0 ഇറക്കിടാം. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് എത്രയാണ്? ഇത് 4 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ? 3000 പ്ലസ് 1200 പ്ലസ് 120 പ്ലസ് 4. അപ്പൊ 4 ഇറക്കിട്ടു, 2 ഇറക്കിട്ടു, 2 പ്ലസ് 1 3, 4 പ്ലസ് 1 3 പ്ലസ് 1 4. 4324. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി വെക്കാം. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബോർഡ് നോക്കൂ. ഇതിൽ എറണാകുളത്ത് നിന്നും ഇന്ത്യയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം എഴുതിയിരിക്കുന്നു. അപ്പൊ എറണാകുളത്ത് നിന്ന് പല പല സ്ഥലത്തേക്കുള്ള ദൂരമാണ് കൊടുത്തിട്ടുള്ളത്. ഹിൽ പാലസ്, ഗോവ, മൈസൂർ, കന്യാകുമാരി, ഹൈദരാബാദ്, ഫിലിം സിറ്റി, റെഡ് ഫോർട്ട്, താജ്മഹൽ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അകലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? അപ്പൊ ഇതിൽ ഏറ്റവും അകലുള്ളത് ഏതാണ്? ഏറ്റവും അകലുള്ളത് എന്ന് പറഞ്ഞാല് ഏറ്റവും ദൂരം കൂടിയത്. ഇതിൽ ഏതാ നോക്കി നോക്കൂ. ഏതാ? റെഡ് ഫോർട്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്ക റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ളത് ഏതായിരിക്കും? ഏറ്റവും അടുത്തുള്ളത് 11 കിലോമീറ്റർ ആണ്. അതേതാ? ഹിൽ പാലസ്. ഹിൽ പാലസ്. അകലെയുള്ളതിൽ നിന്നും അടുത്തുള്ളതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതൂ. അപ്പൊ ആദ്യം നമ്മൾ
ഏറ്റവും അകലുള്ളത് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇതിൽ ഏറ്റവും അകലുള്ളത് ഏതാണ്? റെഡ് ഫോർട്ട് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതുക? റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട് അതിന്റെ ദൂരം എന്ന് പറയുന്നത് 2592 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ റെഡ് ഫോർട്ട് കഴിഞ്ഞു. അപ്പൊ അതൊന്ന് ടിക്ക് ഇടുക. ഇനി അടുത്തുള്ളത്, ഇനി ദൂരമുള്ളത് ഏതാണ്? അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ വരുന്നത് ഏതാണ്? താജ്മഹൽ ആണല്ലേ, താജ്മഹൽ. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലം എഴുതി താജ്മഹൽ. താജ്മഹൽ എത്രയാണ്? 2424 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ താജ്മഹൽ കഴിഞ്ഞ് പിന്നെ ഏറ്റവും ദൂരമുള്ളത് ഹൈദരാബാദ് ഫിലിം സിറ്റി ആണ്. ഹൈദരാബാദ് എന്ന് മാത്രം അപ്പൊ ഞാൻ എഴുതുന്നുള്ളൂ, ബാക്കി കൂട്ടുകാർ എഴുതുക. ഹൈദരാബാദ് എത്രയാണ്? 1112 കിലോമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് ഏതാ വരിക? ഹൈദരാബാദ് കഴിഞ്ഞ, അപ്പൊ ഹൈദരാബാദ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. പിന്നെ അടുത്തത് ഏത് വരും? ഹൈദരാബാദ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് ഗോവ എഴുതാം അല്ലെ, ഗോവ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് കിട്ടി ഗോവ. ഗോവക്ക് എത്രയാണ്? 744 കിലോമീറ്റർ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാലോ? ഗോവ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എഴുതാൻ പറ്റുന്നതാണ് മൈസൂർ. ഏതാണ്? മൈസൂർ. എത്ര? 385 കിലോമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കന്യാകുമാരി എഴുതാം. കന്യാകുമാരി 307. ലാസ്റ്റ് നമുക്ക് ഹിൽ പാലസ് 11. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. ഏറ്റവും വലുതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും ചെറുതിലേക്ക് എഴുതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. അടുത്തത് എന്താ? അടുത്തത് കൊട്ടാരത്തിൽ. നമുക്ക് മറുവശത്ത് കൂടി കയറാം. ഇവിടെ റാമ്പ് ഉണ്ട്. അപ്പൊ ടീച്ചർ പറയാണ്, ഒരു നടക്കാൻ പറ്റാത്ത കുട്ടീന്റെ റാമ്പിൽ പോകുന്നത്. അപ്പൊ പറയാണ് നമുക്ക് മറ്റേ വശത്ത് കൂടെ പോവാം, അവിടെ റാമ്പ് ഉണ്ട് എന്ന് പറയാണ്. കൊട്ടാരത്തിൽ കയറാനായി കുട്ടികൾ വരിയായി നിൽക്കുകയാണ്. അപ്പൊ കുട്ടികൾ എല്ലാരും ലൈനിൽ നിൽക്കുന്നുണ്ട്. അവരുടെ ടിക്കറ്റുകളിൽ തുടർച്ചയായ നമ്പറാണ് ഉള്ളത്. അപ്പൊ എന്താണ്? ടിക്കറ്റിൽ തുടർച്ചയായിട്ടുള്ള നമ്പറാണ് ഉള്ളത്. ഒന്നാമത് നിൽക്കുന്ന മിത്രയുടെ നമ്പർ 2986. അപ്പൊ ഒന്നാമത് നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2986 ആണ്. സാന്ദ്രയുടെ നമ്പർ എന്ന് പറയുന്നത് 3010. അങ്ങനെയാണെങ്കിൽ മിത്ര മുതൽ സാന്ദ്ര വരെ വരിയിൽ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞു തുടർച്ചയായിട്ടുള്ള നമ്പർ ആണ്. സാന്ദ്രയുടെ നമ്പർ 3010, മിത്രയുടെ നമ്പർ 2986. അപ്പൊ നമുക്ക് ഈ 2986 നിന്നും 3000 എത്താൻ എത്ര ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതിൽ നിന്ന് 3000 മൈനസ്, അത് നമ്മൾ എണ്ണി നോക്കുക, അല്ലെങ്കിൽ മൈനസ് ചെയ്ത് നമുക്ക് കിട്ടും എത്ര? 15 എന്ന് കിട്ടും. ഓക്കെ, ദെൻ 3000 നിന്നും 3010 എത്താൻ പിന്നെയും ഒരു 10 എണ്ണം കൂടുതലാണ്. അപ്പൊ 5 ഇറക്കിട്ടു. ദെൻ അതിനുശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും എത്ര? 25. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാന്റെ നമ്പർ എത്രയായിരിക്കും? സാന്ദ്രയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര? 3010 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സാന്ദ്രയുടെ മുന്നിലുള്ള കുട്ടിയുടെ നമ്പർ എത്രയാവും? 3009. ഓക്കെ അല്ലേ? ഇനി 3010ന്റെ മുന്നിലും പിന്നിലുമുള്ളവരുടെ നമ്പർ എഴുതൂ. അപ്പൊ എന്തായിരിക്കും? 3010ന്റെ മുന്നിലുള്ളവരുടെ നമ്പർ എന്ന് പറയുന്നത് 3011 ആവും. പിന്നിലുള്ളവരുടെ നമ്പർ എന്ന് പറയുന്നത് 3009 ആവും.
ഓക്കെ, ഇനി അടുത്തത് 3010 പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി 20ാമത്തെ ടിക്കറ്റ് നമ്പർ ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നും കൂടി വായിക്കുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും സിമ്പിൾ ആണ്. 3010 പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി 3009 നിന്നും പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3010 മുതലാണ് എണ്ണി തുടങ്ങുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതിന്റെ 20ാമത്തെ നമ്പർ എത്രയാണ്? അപ്പൊ നമുക്ക് ആഡ് ചെയ്താൽ കിട്ടും എത്രയാണ്? 3020. ഓക്കെ, വരിയിൽ 15ാമത് നിൽക്കുന്ന മജുവിന്റെ നമ്പർ എഴുതൂ. വരിയിൽ 15ാമത് നിൽക്കുന്ന മജുവിന്റെ നമ്പർ, അപ്പൊ അത് എത്രയായിരിക്കും? 3000 ആയിരിക്കും. 2986 മുതൽ 3010 വരെയുള്ള നമ്പർ എഴുതൂ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 2986 കഴിഞ്ഞാൽ 2987, 2988, 2989, 2990, then 2991, 2992, 2993, 2994, 2995, 2996, 2997, 2998, 2999, 3000. then ഇനി 3000 കഴിഞ്ഞാൽ 3001, 3002, 3003, 3004, 3005, 3006, 3007, 3008, 3009, then 3010. ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കാം. വാട്ടർ മെട്രോ. കൊട്ടാരം കണ്ടതിന് ശേഷം കുട്ടികൾ വാട്ടർ മെട്രോയിൽ കയറി. വാട്ടർ മെട്രോയിൽ കയറിയവർക്ക് ഭക്ഷണ കൂപ്പൺ കിട്ടി. മിത്രയുടെ ഗ്രൂപ്പിന് കിട്ടിയ കൂപ്പണിലെ നമ്പർ 8000നും 900നും ഇടയിലുള്ളതാണ്. അക്കങ്ങളുടെ തുക 10 വരുന്നതുമാണ്. മിത്രയുടെ കൂട്ടുകാർക്ക് കിട്ടിയ കൂപ്പൺ നമ്പർ ഏതൊക്കെയാണെന്ന് എഴുതൂ. അപ്പൊ എന്താണ്? മിത്രയുടെ കൂട്ടുകാർക്ക് കുറച്ച് കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കൂപ്പൺ എന്ന് പറഞ്ഞാല് 8000നും 9000ന്റെയും ഇടയിലുള്ള സംഖ്യകളാണ്. പക്ഷെ ആ സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ, അതായത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ 1 + 2 + 3 എന്ന് പറഞ്ഞാൽ എത്ര? 3 + 2 5, 5 + 1 6. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? നമുക്ക് 10 കിട്ടണം. പക്ഷെ സംഖ്യകൾ എന്ന് പറയുന്നത് 8000നും 9000നും ഇടയിലാക്കണം. അപ്പൊ അത്തരത്തിലുള്ള സംഖ്യകളാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. 8000 എന്ന് പറയുമ്പോൾ 8 + 0 + 0 + 0 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് 8000 ഒരു 0 കൂടുതലാ. 8001 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ 8002 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 + 2 10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടി 8002. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകൾ വേണം നമുക്ക് എഴുതാന്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് എഴുതി നോക്കാം? 8011. 8 + 1 9, 9 + 1 10. ഓക്കെ, ഇനി നമുക്ക് 8020 എഴുതാം. നമുക്ക് 8101 എഴുതാം, 8110 എഴുതാം, 8200 എഴുതാം. ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ് എത്രയാണ്? ആഡ് ചെയ്താൽ നമുക്ക് 10 ആണ് കിട്ടുക. ഓക്കെ, ഇനി എന്താ? അക്കങ്ങളുടെ തുക. 7000നും 8000നും ഇടയിൽ അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട്? നോട്ട്ബുക്കിൽ എഴുതൂ. അപ്പൊ അത് കൂട്ടുകാർ നോക്കി നോക്കിയിട്ട് എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഒരുപാട് സംഖ്യകളൊന്നുമില്ല, ആകെ കുറച്ച് സംഖ്യകളാണ് ഉള്ളത്. കൂട്ടുകാരൊന്ന് നോക്കി വെക്കുക, വേണമെങ്കിൽ ഒന്ന് റെഫറൻസിന് ഇവിടെ നോക്കിക്കോളൂ. അപ്പോ 7000നും 8000നും ഇടയിലാണ്. അപ്പൊ നമുക്ക് കിട്ടി 7003,
then 7012, 7021, 7030, 7102, 7111, 7201, 7300. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും സം എത്രയാണ്? തുക എന്ന് പറയുന്നത് 10 ആണ്. 1 2 3 4 5 6 7 8 സംഖ്യകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. പ്രദർശന നഗരിയിലേക്ക് കുട്ടികളുടെ പാർക്കിലെ പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് സമ്മാന കൂപ്പൺ കിട്ടും. അപ്പൊ കുട്ടികൾക്ക് ഒരു പാർക്ക് ഉണ്ട്, അപ്പൊ അവിടെ വരുന്നവർക്ക് എന്താണ്? സമ്മാനത്തിന്റെ കൂപ്പൺ കിട്ടും. നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. അപ്പൊ നറുക്കെടുപ്പിലൂടെയാണ് കുട്ടികൾക്ക് സമ്മാനം കിട്ടുക. കുട്ടികളെല്ലാം സമ്മാന കൂപ്പണുമായി സ്ക്രീനിന്റെ മുന്നിൽ നമ്പർ തെളിയുന്നതും നോക്കി നിന്നു. ഓരോ സ്ഥാനവും കറങ്ങി സ്ക്രീനിൽ തെളിയുന്ന നമ്പർ എഴുതൂ. അപ്പൊ ഇത് എത്രയാണ്? ഒറ്റ, 10, 100, 1000, 10000. ഇത് എത്രയാണ്? 10000 ആണ്. അപ്പൊ നമ്മളിവിടെ 10000 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇത് എത്രയാണ് നോക്കൂ. ഒറ്റ, 10, 100, 1000, 10000. 1100, സോറി 10100. അപ്പൊ നമ്മളിവിടെ എഴുതാം 10100. ഓക്കെ, ഇനി നമ്മൾ അപ്പൊ ഇതെത്ര എഴുതാൻ പറ്റും? 10110. 10110. 10110. ഓക്കെ, അപ്പൊ ഇനി ഇത് എത്ര എഴുതാൻ പറ്റും? ഇത് 10111. 10111. ഓക്കെ, സമ്മാനം കിട്ടിയ നമ്പർ എത്ര? അക്കങ്ങളുടെ തുക 5 ആയാൽ അക്കങ്ങളുടെ തുക 5 ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മാനം കിട്ടിയ തുക എന്ന് പറഞ്ഞാല് 10111. എത്ര നാലക്ക സംഖ്യകൾ? അപ്പൊ അടുത്ത ടോപ്പിക്കാണ് ഏത്? എത്ര നാലക്ക സംഖ്യകൾ. 9, 0 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അപ്പൊ നമുക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 9ഉം 0ഉം ആണ്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. എന്തൊക്കെ ഉണ്ടാക്കാം? 9000 ഉണ്ടാക്കാം, 9009 ഉണ്ടാക്കാം, 9090 ഉണ്ടാക്കാം, then 9099 ഉണ്ടാക്കാം, 9900 ഉണ്ടാക്കാം, then 9990 ഉണ്ടാക്കാം. അവയിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതൂ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. അപ്പൊ ഇവിടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇതാ 990 ആണ്. then അത് കഴിഞ്ഞ് നമുക്ക് 999 എഴുതാം. അത് കഴിഞ്ഞ 990 എഴുതാം. അത് കഴിഞ്ഞ 999 എഴുതാം. അത് കഴിഞ്ഞ 990 എഴുതാം. പിന്നെ അത് കഴിഞ്ഞ 909 എഴുതാം. 900 അല്ല കേട്ടോ, സോറി 9000 ആണ്. 9009 എഴുതാം. then അത് കഴിഞ്ഞാൽ 9000 എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് നോക്കി നോക്കൂ. ആദ്യത്തെ സംഖ്യ പോലെ മറ്റു സംഖ്യകളും എഴുതൂ. 5000, 400, 310, 21. അപ്പൊ നമ്മൾ എഴുതി 5432. ഇനി അടുത്തത് എന്താ? 54 100ആണ്. 54 100ഉം 32 54 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5400 ആയിരിക്കും. 32 1. അപ്പൊ ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും എത്ര? 5432. ഓക്കെ, ഇനി മറ്റേതെന്താ? ഇനി അടുത്തത് 543
10ഉം 2 1ഉം അതും എത്ര കിട്ടും? 5432 കിട്ടും. ഇതെന്താണ്? 5432 ഒന്നാണ്. അപ്പൊ അതെന്താ? അത് സെയിം 5432 വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കൂ. 82 നൂറുകളാണ്. 82 നൂറുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8200. 810 10 എന്ന് പറഞ്ഞാലും 8200 ആണ്. 8200 1 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7104 ഒന്ന് എഴുതി നോക്കാം. എത്ര ആയിരം വരും? 7000 100 0 10 4 1. ഇനി 100, അതായത് 100 എത്ര എണ്ണം വരും? 71 100ഉം എത്ര ഒന്നുകൾ വരും? 4 ഒന്നുകള്. ഇനി അടുത്തത് ഇവിടെ അല്ല, ഇവിടെ 4 ഒന്നുകള്. ഇനി അടുത്തത് എന്താ? അടുത്തത് എത്ര ആയിരം വരും? 7000 വരും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്നിൽ എഴുതാം. 104 1 വരും. ഇനി അടുത്തത് 1000 ഉണ്ട്, 10 ഉണ്ട്, 1 ഉണ്ട്. 7000 വരും, 10 വരും. ദെൻ എത്ര ഒന്ന് വരും? 4 1 വരും. ഓക്കെ, അടുത്തതാണ് സംഖ്യാചക്രം. ഓക്കെ, അപ്പൊ എന്താണ്? 5633 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5633. 5633ൽ എത്ര നൂറുകൾ ഉണ്ടാവും? 56 നൂറും എത്ര ഒന്നുകളാണ്? 33 ഒന്നുകൾ. 5633ൽ 5000 ആണ്. അപ്പൊ എത്ര നൂറുണ്ടാവും? 6 നൂറുണ്ടാവും. എത്ര ഒന്നുണ്ടാവും? 3 ഒന്നുകൾ ഉണ്ടാവും. ഇനി 1000ഉം 100ഉം 1. 1000 എത്ര 1000 ഉണ്ടാവും? 5000 ഉണ്ടാവും. 6 100 ഉണ്ടാവും. 33 1 ഉണ്ടാവും. ഇനി 10 ആണെങ്കിലോ 560 10 ഉണ്ടാവും. ദെൻ 33 ഒന്നുകൾ ഉണ്ടാവും. ഇനി എത്ര നൂറാണ്? 100. 56 100 3 10 3 1. ഇനി ഒന്നുകൾ മാത്രം എത്ര എണ്ണം ഉണ്ടാവും? 5633. ഇനി 1000 5000 ഉണ്ടാവും. ബാക്കി എത്ര ഒന്നുകൾ ഉണ്ടാവും? 633 ഒന്നുകൾ ഉണ്ടാവും. ഇനി ഇതില് 1000 10 1 അപ്പൊ 5000 ഉണ്ടാവും. 63 10 ഉണ്ടാവും. 3 1 ഉണ്ടാവും. അപ്പൊ ഇത് കുറച്ചിങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിന്റെ ട്രിക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പിരിച്ചെഴുതാം. ഇത് എത്രയാണ്? ഒറ്റ 10 100 1000 10000. 10000 ആണ്. 10000 എന്ന് പറഞ്ഞാൽ 10,000. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 10000 1. 10000 1 എന്ന് പറഞ്ഞാലും ശരിയാണ്. 1000 10. 10 എന്താണ്? 10,000 എണ്ണം വന്നാലും എത്രയാണ്? 10000 ആണ്. 100 100. 100 100ഉം എത്രയാണ്? 10000 ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് 13000 എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? എത്ര ഒന്നാണ്? 13000 ഒന്നുകൾ. എത്ര 10 ആയിരിക്കും? 1300 പത്തുകള്. എത്ര 100 ആയിരിക്കും? 130 100. എത്ര 1000 ആയിരിക്കും? 13000. ഓക്കെ, ഇനി അടുത്തത് എന്താ? 6700. അപ്പൊ ഇങ്ങനെ എഴുതാണെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? 6000ഉം 700ഉം. 6000 700. ഇനി നമുക്ക് വേറെ രീതിയിൽ എന്ത് എഴുതാൻ പറ്റും? 6700. ഇനി നമുക്ക് വേറെ രീതിയിൽ എന്ത് എഴുതാൻ പറ്റും? 670 10. ഇനി നമുക്ക് 6700 1. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. എറണാകുളം അമൃത്സർ യാത്ര. എറണാകുളത്ത് നിന്ന് അമൃത്സർ വരെ പോകുന്ന ട്രെയിനിൽ നിർത്തുന്ന ചില സ്റ്റേഷനുകളും ദൂരവുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പട്ടിക നോക്കി എറണാകുളത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ആദ്യം നിർത്തുന്ന സ്റ്റേഷൻ ഏതെന്ന് എഴുതുക.
തുടർന്ന് നിർത്തുന്ന മറ്റ് സ്റ്റേഷനുകളും ദൂരവും ക്രമത്തിൽ എഴുതൂ. അപ്പൊ സ്റ്റേഷനുകളും ദൂരവും ക്രമത്തിൽ എഴുതാനാണ്. അപ്പൊ എറണാകുളം കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഏറ്റവും കുറവ്, എവിടെയാണ് നിർത്തുക, അവിടെ ആദ്യം നിർത്തുക. അപ്പൊ അങ്ങനെ നോക്കി എഴുതി പോവാം. അപ്പൊ ആദ്യം നമുക്ക് ഏറ്റവും കുറവ് എത്രയാണ്? 193 അപ്പൊ അത് ഏതാ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോടുക്ക് ദൂരം 193 കിലോമീറ്റർ. അപ്പൊ കോഴിക്കോട് കഴിഞ്ഞ് ഇനി അടുത്തത് ഏതായിരിക്കും? നെക്സ്റ്റ് വലുത്, അടുത്ത വലുത് ഏതായിരിക്കും? കാസർഗോഡാണ്. അപ്പൊ നമ്മൾ എഴുതുന്നു കാസർഗോഡ്. എത്രയാണ്? 368 കിലോമീറ്റർ. ഇനി അടുത്തത് ഏതായിരിക്കും? അടുത്തത് നോക്കി നോക്കൂ. മാംഗ്ലൂരു ആണ്. മംഗളൂരു. എത്രയാണ്? 415. ഇനി അടുത്തത് ഏതാ? അടുത്തത് സൂറത്ത് ആണ് വരിക. സൂറത്ത് എത്ര? 1522. ഇനി അടുത്തതോ ന്യൂഡൽഹി വരും. ന്യൂഡൽഹി 2643. ഇനി അടുത്തത് ലുധിയാന വരും. ലുധിയാന. ഈ ലുധിയാന എത്രയാണ്? 2956. ലാസ്റ്റ് വൺ എന്ത് വരും? അമൃത്സർ വരും. അമൃത്സർ എത്രയാണ്? അമൃത്സർ 3902 കിലോമീറ്റർ എടുത്ത് എഴുതണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ക്രമം തുടരൂ. അപ്പൊ എന്താണ് ക്രമം? ബാക്കി എഴുതാനാണ്. അപ്പൊ 1050, 1051, 1000 അല്ല, 10,000 ആണ്. 10,050, 10,051, 10,052. അപ്പൊ എന്തായിരിക്കും? 10,053, 10,054, 10,055. ഇനി അടുത്തത് 1185. 1186. അപ്പൊ ഇതിങ്ങനെ എഴുതാം. 85, 86, 87, 88, 89, 89 കഴിഞ്ഞാൽ 90. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇതൊക്കെ സെയിം ആണ്. 5, 6, 7 അത് മാത്രമാണ് മാറണുള്ളൂ. അപ്പൊ നമ്മൾ 1, 9, 9, 9 ഇട്ടു. 5, 6, 7 കഴിഞ്ഞാൽ 8. അത് കഴിഞ്ഞാൽ 1, 9, 9, 8 കഴിഞ്ഞാൽ 9. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. അടുത്ത സംഖ്യ ഏതായിരിക്കും? +1. 0, 0, 0, 0, 2. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. 12,320, 12,340, 12,360. അപ്പൊ എന്താണ്? 20 കഴിഞ്ഞപ്പോ 40 ആയി, പിന്നെ 60 ആയി. അപ്പൊ അടുത്തത് എന്ത് വരും? 1, 2, 3 സെയിം ആണ്. നമ്മൾ എഴുതി. 60 കഴിഞ്ഞാൽ 70 അല്ല, 80. ഓക്കെ, ഇനി അടുത്ത സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 12,380 +20 ചെയ്ത് നോക്കുക. ഓക്കെ, 8ഉം 2ഉം 10, ബാക്കി 1, 4, 2, 1. അപ്പൊ അടുത്ത സംഖ്യ നമുക്ക് കിട്ടിയത് 12,400. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും? 12,420. 20 വെച്ചിട്ടാണ് കൂടുന്നത്. ഇനി ഞാൻ കണ്ടുപിടിച്ചത്. ഇനി അപ്പൊ ഇതുപോലെയുള്ള പാറ്റേണുകൾ ഉണ്ടാവില്ല, അത് എഴുതാനാണ്. അപ്പൊ നമുക്ക് എന്തും എഴുതാം. 1001, 10,002, 10,003, 10,004. ഇതൊരു പാറ്റേൺ ആണ്. 9, 9 ഇതൊരു പാറ്റേൺ ആണ്. അങ്ങനെ ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം വിമാനത്തിലേക്ക്. വിനോദയാത്ര കഴിഞ്ഞ് കുട്ടികൾ മടങ്ങുന്നത് വിമാനത്തിലാണ്. വിമാനത്താവളത്തിൽ വരികയും പോകുകയും ചെയ്യുന്ന വിമാനങ്ങളുടെ നമ്പറുകൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മുടെ വിമാനത്തിന്റെ നമ്പർ എത്രയാണ്? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. വിമാനത്തിന്റെ നമ്പർ ഒരു 4 അക്ക സംഖ്യയാണ്. അപ്പൊ വിമാനത്തിന്റെ നമ്പർ എത്ര അക്ക സംഖ്യയാണ്? ഒരു 4 അക്ക സംഖ്യയാണ്. ഓക്കെ. 1000ന്റെയും 100ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ. 100ന്റെയും 10ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 10ന്റെയും 1ന്റെയും സ്ഥാനത്തെ അക്കങ്ങളുടെ സംഖ്യ. അപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പൊ 1, 10, 100, 1000. 1000ന്റെ ഇരട്ടിയാണ് ഈ സംഖ്യ. ഓക്കെ, ഇതിന്റെ ഇരട്ടിയാണ് ഈ സംഖ്യ, ഇതിന്റെ ഇരട്ടിയാണ് ഈ സംഖ്യ. അപ്പൊ 1 ആണെങ്കിൽ 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8. ഓക്കെ, ഇനി ഇവിടെ 1 അല്ലാണ്ട് വേറെ ഏതെങ്കിലും ചെയ്ത് കൊടുത്തു നോക്കൂ. 2 കൊടുത്താ 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16 വരും അല്ലേ? അപ്പൊ എന്താണ്? 4 അക്ക സംഖ്യ ആവില്ല, 5 അക്ക സംഖ്യ ആവും. അപ്പൊ ആകെ കൂടി നമുക്ക് പറ്റുന്നത് ഏതാണ്? 1, 2, 4, 8. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പുതിയതൊരു ടേം പഠിക്കുകയാണ്, പുതിയൊരു കാര്യം പഠിക്കുകയാണ്, റോമൻ സംഖ്യകൾ. ഇപ്പൊ കൂട്ടുകാർ 4ാം ക്ലാസ്സിലാണെന്ന് നെയിം സ്ലിപ്പിന്റെ മേലൊക്കെ ഇങ്ങനെയാണോ എഴുതുക? അല്ല, നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോമൻ സംഖ്യ. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 വരെ എന്ത് ചെയ്യുക? കൂട്ടുകാര് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് എന്താ നോക്കൂ, അബാക്കസിലെ സംഖ്യകൾ. അബാക്കസ് നോക്കൂ, ഇതിൽ 2 മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ 5 അക്ക സംഖ്യകളും എഴുതുക. അപ്പൊ എന്താണ്? 2 മുത്തുകളുണ്ട്. 2 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 5 അക്ക സംഖ്യകളും. 5 അക്ക സംഖ്യകൾ മാത്രം മതി. ഇപ്പൊ 2 മുത്തുകൾ ഇവിടെ ഇട്ടാൽ നമുക്ക് 5 അക്ക സംഖ്യ ആവോ? ഇല്ല അല്ലെ? ഇപ്പൊ എത്രയാണ്? 2 ആവുള്ളൂ. 2 എണ്ണം ഇവിടെ ഇട്ടാലും ആവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് സൂക്ഷിച്ചിട്ട് വേണം മുത്തുകള് ഇടാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ 2 എണ്ണം ഇതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 1, 10, 100, 1000, 10000. അപ്പൊ നമുക്ക് കിട്ടി 20000. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നമ്മൾ സംഖ്യകൾ എഴുതാന്. അപ്പൊ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ ഉണ്ടാക്കാം? 11,000, 11,100, 10110, 10,010, 10,001, 20,000. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യകളാണ്. ഓക്കെ അല്ലേ? എത്ര നൂറുകൾ? 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കാതെ അവയുപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും എഴുതുക. 1, 2, 3, 4 1, 2, 3, 4, 5. അപ്പൊ ഇവ ഉപയോഗിച്ച് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അക്ക സംഖ്യയും ഏറ്റവും ചെറുതും. അപ്പൊ വലിയത് എഴുതുമ്പോ എന്ത് ചെയ്യാ? ഏറ്റവും വലുതായത് ഏതാ, പിന്നെ അതിന്റെ ചെറുത്, പിന്നെ അതിന്റെ ചെറുത്, പിന്നെ അതിന്റെ ചെറുത്. അപ്പൊ വലിയത് ഏതായിരിക്കും? ഇതായിരിക്കും. ഇതെത്രയാണ്? 1, 10, 100, 1000, 10000, 54,321. അങ്ങനെയാണെങ്കിൽ ചെറുത് എത്രയായിരിക്കും? ഏറ്റവും ചെറുത് ആദ്യം എഴുതാം, എന്നിട്ട് അങ്ങനെ പോവാ. അപ്പൊ എത്ര ആയിരിക്കും? 12,345. വലിയ സംഖ്യയില് എത്ര 100 ഉണ്ട്? വലിയ സംഖ്യയിൽ എത്ര 100 ഉണ്ട്? 300. ചെറിയ സംഖ്യയിൽ എത്ര 100 ഉണ്ട്? 300. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. നമ്മുടെ പാഠം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. ഇനി നമുക്ക് അത് നോക്കാം.
ആദ്യത്തെ നോക്കാം. 9875 9000 800 7 10 5 1. ഇനി അടുത്തയിലാണെങ്കിലോ 1000. എത്ര 1000 ഉണ്ടാവും? 6000 30 10 7 1. ഇനി ഇതിലാണെങ്കിൽ എത്ര 100 ഉണ്ടാവും? 42 100 18 1. ഇത് എത്രയായിരിക്കും? 5000 600 0 10 8 1. ഇനി അടുത്തതാണെങ്കിലോ 8000 12 10 0 1. ഇനി അടുത്തതാണെങ്കിലോ 16 100 25 1. ഇനി അടുത്തത് നോക്കൂ. 6315 എന്ന സംഖ്യയിൽ 6 എന്ന അക്കത്തിന്റെ വില 6000 ആണ്. താഴെ കൊടുത്ത സംഖ്യകളിൽ 3 എന്ന അക്കത്തിന്റെ വില എഴുതൂ. 3 എന്ന സംഖ്യയുടെ 3 എന്താണ്? 1 ആണ്. 3. ഇതിന് 3 ആണെങ്കിലോ 10 ആണ്. 30. ഇതിലാണെങ്കിലോ 3 100 ആണ്. എത്രയാണ്? 300. ഇതിലാണെങ്കിലോ 3 1000 ആണ്. 3000. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ട്രെയിനിൽ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് ആകെ 3625 രൂപയാണ്. കുട്ടികൾക്കുള്ള ഇളവ് കുറച്ച് 2000 രൂപ മാത്രമാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇളവ് എത്ര രൂപയാണ്? അപ്പൊ എന്താണ്? ടോട്ടൽ ചാർജ് 3625 ആണ്. കുട്ടികൾ കൊടുത്തത് 2000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇളവ് എത്ര രൂപ ആയിരിക്കും? 3625 നിന്നും 2000 കുറച്ചാൽ മതി. നമുക്ക് കിട്ടും 1625. ഇനി അടുത്തത് നോക്കൂ. നാലാമത്തെ, ഒഴിഞ്ഞ കളങ്ങളിൽ സംഖ്യകൾ എഴുതൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, അതുപോലെ ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതെങ്ങനെ കിട്ടി നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇതും കൂടിയിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കാം. 301 പ്ലസ് 185. 5 പ്ലസ് 1 6 8 4. അപ്പൊ ഇതും കൂടി കൂട്ടിയതാണ് ഇവിടെ കിട്ടുക. ഓക്കെ. അപ്പൊ ഇവിടെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതും കൂടി കൂട്ടിയാൽ മതി. 829 പ്ലസ് 185 ചെയ്താൽ മതി. 185 ചെയ്യാം. അപ്പൊ 9 പ്ലസ് 5 14, ബാക്കി 1 8 9 10 11, ബാക്കി 1 8 9 10. എത്ര കിട്ടി? 1000. എത്രയാണ്? 1014 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി 1014. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുത്തെ സംഖ്യ കിട്ടണം. ഇവിടുത്തെ സംഖ്യ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടി കൂട്ടി നോക്കാം. 486 പ്ലസ് 1014. 6 4 10, ബാക്കി 1 8 9 10, ബാക്കി 1 4 3 5, ബാക്കി 1. അപ്പൊ എത്ര കിട്ടി? 1500. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? ഇതും തന്നിട്ടുണ്ട്, ഇത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1000 നിന്ന് ഈ 556 മൈനസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ 1000 നിന്ന് നമ്മൾ എന്ത് ചെയ്യാ? എത്ര മൈനസ് ചെയ്യണം? 556 മൈനസ് ചെയ്യാ. അപ്പൊ മൈനസ് ചെയ്ത് നമുക്ക് 444 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി നമുക്ക് ഈ സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതും കൂടി ആഡ് ചെയ്താൽ മതി. 444 പ്ലസ് 555. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 999 കിട്ടും. ഇനി നമുക്ക് ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 1999 എന്ന് കിട്ടും. ഓക്കെ.
ഇനി നമുക്ക് അതുപോലെ ഇത് കണ്ടുപിടിച്ചാലോ? ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 920 നിന്നും 618 കുറച്ചാൽ മതി. 203. അപ്പൊ നമുക്ക് ഇവിടുത്തെ സംഖ്യ കിട്ടി 302. ഇനി നമുക്ക് ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഇതും കൂടി ആഡ് ചെയ്താൽ മതി. 743 പ്ലസ് 302 5 4 10 1045. ഇനി നമ്മൾ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1045ന്റെ കൂടെ 920 ആഡ് ചെയ്താൽ മതി. 5 ഇറക്കിട്ടു 6 9 1 1965. ഓക്കെ അല്ലേ? അങ്ങനെ വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഇനി അടുത്തത് എന്താ? സംഖ്യകൾ ആവർത്തിക്കാതെ 8-ലെത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് സംഖ്യകൾ ആവർത്തിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇവിടെ ഇതും കൂട്ടിയിട്ട് ഇവിടെ കിട്ടണം, ഇതും കൂട്ടിയിട്ട് ഇവിടെ 8 കിട്ടണം. അപ്പൊ 8 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 5 3 ഇട്ട് കൊടുക്കാം. 5 + 3 8 ആണ്. ഓക്കെ, അപ്പൊ 5 കിട്ടാൻ നമുക്ക് 4 + 1 ചെയ്ത് നോക്കാം. 4 + 1 എത്ര? 5 ആണ്. ഇനി 3 കിട്ടാൻ എന്താ? 2. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? സംഖ്യകൾ ആവർത്തിക്കും ചെയ്തിട്ടില്ല, 8 എത്തും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം എന്താ? ഒരു വരിയിൽ 27 പേരുണ്ട്. നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 4068 ആണ്. ആ വരിയിലെ ആദ്യത്തെ കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്താണ്? അവസാന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്താണ്? ഓക്കെ, അപ്പൊ എന്താണ്? ആദ്യത്തെ കുട്ടിയുടെയും അവസാനത്തെ കുട്ടിയുടെയും നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ എത്രയാണ്? 4068 ആണ്. അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ നമുക്ക് എഴുതി നോക്കാം. 4055 4056 4057 4058 4059 4061 4060 4061 4062 4063 4064 4065 4066 4067 4068. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ബാക്കി 4069 മുതൽ എത്ര വരെ എഴുതണം? 4085 വരെ. അപ്പൊ നമുക്ക് ബാക്കി എഴുതി നോക്കാം. 69 4070 4071 4072 4073 4074 4075 4076 4077 4078 4079 4081. ഓക്കെ, അപ്പൊ ഇത് എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. ഇപ്പൊ എന്തുണ്ട്? 27 ആൾക്കാരുണ്ട്. അതിന്റെ നടുക്കാണ് എത്ര? 4608. ഓക്കെ, ഇങ്ങണ്ടും സെയിം നമ്പർ ഓഫ് ആൾക്കാരാണ്. അപ്പൊ എന്തായിരിക്കും? ആദ്യത്തെ കുട്ടിയുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് 4055, അവസാനത്തെ കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 4081. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. 10,000 ചേർന്ന സംഖ്യ എത്ര 500 ചേർന്നതിന് തുല്യമാണ്? എത്രയായിരിക്കും? 20. ഇനി 7ാമത്തെ ചോദ്യം, 50 1 50 10 50 100 ചേർന്ന് വരുന്ന 4 അക്ക സംഖ്യ ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? 50 100 50 10
10. ദെൻ എത്രയാണ് 50 1 കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ്? സി ആണ് ആൻസർ, 5550. ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. ക്രമം തുടരൂ. 4080 85 80 പിന്നെ 85 ആയി, പിന്നെ 91 ആയി, പിന്നെ 98 ആയി. അപ്പോ 85 നിന്നും അപ്പൊ അടുത്തത് എന്താ വരിക? നമുക്ക് നോക്കി നോക്കാം അല്ലെ. 4085 മൈനസ് 80 ചെയ്ത 5 കിട്ടി. ഇവിടെ പ്ലസ് 5 ആണ്. ഇവിടെയാണെങ്കിലോ 91 മൈനസ് 85 ചെയ്ത് നോക്കൂ, 6 കിട്ടി. അപ്പൊ പ്ലസ് 6, ഇത് പ്ലസ് 7. ഓക്കെ, അതായത് പ്ലസ് 5 ചെയ്തപ്പോ ഇത് കിട്ടി, പ്ലസ് 6 ചെയ്തപ്പോ ഇത് കിട്ടി, പ്ലസ് 7 ചെയ്തപ്പോ ഇത് കിട്ടി. അപ്പൊ ഇങ്ങോട്ട് എന്തായിരിക്കും? പ്ലസ് 8 ആയിരിക്കും. അപ്പൊ പ്ലസ് 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4106. ഇനി ഇങ്ങോട്ട് ചെയ്യുമ്പോ പ്ലസ് 9, അത് എത്ര? 4115. ഇനി അടുത്തത് എത്രയായിരിക്കും? പ്ലസ് 10, 4125. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും? പ്ലസ് 11. അങ്ങനെ പോകുന്നു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9000-നും 10000-നും ഇടയ്ക്ക് എത്ര സംഖ്യകൾ? നോക്കി നോക്കാം. 9100-നും ഇടയ്ക്ക് എത്ര സംഖ്യകൾ ഉണ്ട്? മൈനസ് ഇത് ചെയ്യാ 100 എന്താണ് വരിക? എത്ര വരിക? 100 അല്ലേ വരിക? 100. അതിന് ഒരെണ്ണം മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 99 സംഖ്യകൾ വരും. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇതിന് ഇത് മൈനസ് ചെയ്താ 500 കിട്ടും. 500 മൈനസ് 1 ചെയ്താല് 499 കിട്ടും. ഇനി അടുത്തതാണെങ്കിലോ ഇതിന് ഇത് മൈനസ് ചെയ്യാ, പിന്നെയും ഒരു -1 ചെയ്യാ, അപ്പൊ 999 കിട്ടും. ഇനി എന്താ? 9000-നും 10000-നും ഇടയ്ക്ക് എത്ര ഒറ്റക്ക സംഖ്യകളുണ്ട്? 500. കാരണം 500 പ്ലസ് 500 ആണ് എത്ര? 1000. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇരട്ട സംഖ്യകൾ എത്രയായിരിക്കും? അതും 500 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.